ഹലോ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ബിസിനസ് കൺസോർഷ്യത്തിൻ്റെ ഒരു ടോപ്പ് ബ്രാസ് മീറ്റിംഗ് ഓൺലൈനായിട്ട്. അധികം നേരമായോ വന്നിട്ട്? ഇല്ല. വരൂ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, ക്ഷേത്രം വരെ പോയി. ഉടനെ വരും. പുറത്തുനിന്ന് ഫോർ ദ ടൈം ബീയിങ് ഇതുവരെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഓ, വരൂ, മുകളിലിരിക്കാം. ഇടയ്ക്ക് അവരെ വിളിച്ചിരുന്നോ? ഞാൻ ഇറങ്ങുമ്പോൾ വിളിച്ചിരുന്നു. അവർ 10 മണിയോടെ എത്തും. സാറിനോട് നേരത്തെ വരാൻ പറഞ്ഞതുകൊണ്ട്. ഇരിക്കും. കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എനിക്ക് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് അവരോട് പറയാൻ പറ്റില്ലല്ലോ. അത് സാരമില്ല സാർ, ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. ഇതുപോലെ എടുത്തുന്നൊരു ബന്ധം വരുന്നതിനെ കുറിച്ച് അവർക്ക് സ്വപ്നം കാണാൻ പറ്റും.
പിന്നെ മോഹൻകുമാർ സാർ നേരിട്ട് വിളിച്ച് വിജയേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇടപെടുമ്പോൾ ഇതിനൊരു തീരുമാനമാവുന്നതുവരെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവണമെന്നാണ് മോഹൻകുമാർ സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊരു ഒഫീഷ്യൽ കാര്യമാക്കി അല്ലേ? പിന്നെ ഏജിൻ്റെ കാര്യത്തിൽ കുട്ടിക്കൊരു അത് സാരമില്ല. വീട്ടുകാർ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മോഹൻകുമാർ സാറും കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും അവളെ വിളിച്ചിരുന്നു. അവൾ പറയുന്നത് അച്ഛൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാ. നിങ്ങളെ ഇതിൽ മീഡിയേറ്റ് ചെയ്യിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടുത്തെ കാര്യങ്ങളും ഒരു ബാക്ക്ഗ്രൗണ്ടുമൊക്കെ ദേ മസ്റ്റ് നോ. നിങ്ങളെപ്പോലെ ഒരു കോമൺ ലിങ്ക് ഉണ്ടെങ്കിലേ അത് വർക്കൗട്ടാവും. രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ബ്രിഡ്ജ് ചെയ്യാൻ. സാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടുകയേ വേണ്ട. അതെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ എന്തായാലും അവരൊരു മോശം ബന്ധത്തിൽ കൊണ്ട് ചാടിക്കില്ലെന്ന് വിജയേട്ടന് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഹെറിറ്റേജ് പേഴ്സണൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാലത്ത് നാടിനെ കൺട്രോൾ ചെയ്തിരുന്ന ഫാമിലിയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ സാർ. ഞങ്ങളുടെ പോലുള്ള ഫാമിലീസിൽ നിന്നുള്ള പ്രപ്പോസൽസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. പെൺകുട്ടിയുടെ ഫാമിലി എപ്പോഴും കുറച്ച് താഴ്ന്നു നിൽക്കുന്നതാണ് നല്ലത്. പണ്ടത്തെ കാലത്തെ പോലെയൊന്നുമല്ല. ഈ പെൺപിള്ളേരൊക്കെ മഹാ അഹങ്കാരം പിടിച്ചതാണ്. നാട്ടിൽ നിന്നുള്ളൊരു സാധാരണ കുട്ടി മതി എന്നാണ് എൻ്റെ ഡിസിഷൻ. ഈ കുട്ടിയുടെ കാര്യത്തിൽ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു കുട്ടി ഉണ്ടെന്ന് തന്നെ അവിടെ ആർക്കും അറിയില്ല. വളരെ മര്യാദക്കാരിയാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ കുട്ടികളെ വളർത്തുന്നതിൻ്റെ പാട് സാറിനറിയാലോ. നോക്കിയും കണ്ടുമൊക്കെയാണ് അവരെ വളർത്തുന്നത്. ഈ കുട്ടികളും അതൊക്കെ അറിഞ്ഞ് തന്നെ വളർന്നവരാണ്. പുറം ലോകമൊക്കെ ആയിട്ടാണ് നമ്മുടെ ഡീലിങ്സ് എങ്കിലും നാട്ടിൽ ഉറച്ചു നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്നാണ് മനസ്സിലെപ്പോഴും. ഞാനെപ്പോഴും നാട്ടിൽ ഉണ്ടാകണമെന്നില്ലല്ലോ. ഫോറിൻ ട്രിപ്സും അവിടെ സ്റ്റേ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന ഒരാളാവണം. നല്ല രീതിയിൽ പഠിച്ച കുട്ടികളാകുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ. വിജയേട്ടൻ പാടുവിട്ടാണെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ നല്ല താല്പര്യമാണ്. പുറത്തൊക്കെ പോയി ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. അതൊക്കെ നോക്കുമ്പോൾ സാറിന് താല്പര്യങ്ങൾക്ക് ചേർന്ന കുട്ടി തന്നെയാണ്. അതുമാത്രം എന്താണ് വെയിൽ ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കുകയായിരിക്കും. ദാറ്റ്സ് നോട്ട് ഫോർ എവരി വൺ ടു സീ. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. എൻ്റെ ഫസ്റ്റ് വൈഫാണ്. ഓ, എൻ്റെ ഒരു ഫ്രണ്ട് ഫിലിം ഡയറക്ടർ ആസാദ് എടുത്ത ഫോട്ടോയാണ്. വിവാഹം കഴിഞ്ഞ സമയത്തല്ല, ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. 1 വീക്ക് അയാളെ ബോധർ ചെയ്യിച്ച് കുറേ ഫോട്ടോസ് എടുപ്പിച്ചിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ലൈഫുള്ള ഫോട്ടോ അല്ലേ? വെറും ഫോട്ടോ അല്ല, ഐ വിൽ കോൾ ഇറ്റ് എ വർക്ക് ഓഫ് ആർട്ട്. പവിത്രയുടെ കാര്യത്തിലേതുപോലെ തന്നെ ബൈ ചാൻസ് കണ്ടതാണ് ഇവിടെയും. വളരെ സാധാരണക്കാരായിരുന്നു. എങ്കിലും വീട്ടുകാർ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിപ്പിച്ചു. വിവാഹക്കാരൻ സംസാരിച്ചപ്പോൾ അവർക്കും നല്ല ഇൻട്രസ്റ്റ്. അവൾക്കൊരു ഡിസ്റ്റൻസ് പോലെ ആദ്യമേ ഉണ്ടായിരുന്നു. സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി, ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പൊസിഷന് സ്യൂട്ടബിൾ അല്ല എന്നുള്ള തോന്നൽ. പിന്നെ കല്യാണം കഴിച്ച ആളെപ്പോഴും കൂടെ വേണം, അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ആയിരിക്കുമല്ലോ അവർ ആഗ്രഹിക്കുന്നത്. നമുക്കതിനൊക്കെ ടൈം എവിടെ? കോളേജ് ലൈഫിൽ നിന്നും കുടുംബജീവിതത്തിലേക്ക് ഡയറക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിതെല്ലാം.
ആളൊരു പാവമായിരുന്നു. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാകാം ക്യാരക്ടറൊക്കെ മാറി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല എന്നേ ഉള്ളൂ. വെളിയിലൊക്കെ കൂടെ വരണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഓൺ ചെയ്യാൻ. ബട്ട് യു ക്രിയേറ്റഡ് എ വേൾഡ് ഓഫ് എർ ഓൺ. എൻ്റെ എക്സ്പെക്റ്റേഷൻസിനെല്ലാം ഓപ്പോസിറ്റായിട്ട് ഇവിടെ അതിനെല്ലാമുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വരാത്ത റൈറ്റേഴ്സും ആർട്ടിസ്റ്റും ഒന്നും ഇല്ലല്ലോ. അതൊക്കെ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരുന്നു. അവരോടുള്ള ഇൻട്രാക്ഷൻസ് ആയി. പിന്നെ എപ്പോഴും ഇവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബട്ട് ഹീ ഡിഡൻറ്റ്. ഹീ ടുക്ക് എവറിത്തിങ് ടു ഹാർട്ട്. അത് ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമല്ലല്ലോ. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇവിടെ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഫോം ചെയ്തതാണ്. ഇതിലെ ആളെ നോക്കൂ, ഒരു ചൈൽഡ് ലൈക്ക് ഫീലില്ലേ? അതൊക്കെ മാറി. സാരിയിൽ ഒരു വല്ലാത്ത അട്രാക്റ്റീവ് ലുക്കാണല്ലേ. എൻ്റെ വൈഫായതുകൊണ്ട് എനിക്ക് തോന്നുന്നതല്ലല്ലോ. ബോൾഡ് ആൻഡ് പവർഫുൾ ലുക്കൊക്കെ ആർട്ട് വർക്ക് നല്ലതാണ്. ലൈഫിൽ ഒത്തുപോകാൻ കഴിയുന്ന ഒരാൾ വേണം, അതാ ഇമ്പോർട്ടൻറ്റ്. സാറ് വിഷമിക്കണ്ട, പവിത്ര നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. ഇതുപോലെ തന്നെ സുന്ദരിയാ, സാറ് കണ്ടുള്ളതല്ലേ. ഈ ഫോട്ടോയിൽ അവളുടെ സ്മൈൽ കണ്ടോ? അവളെന്തിനാണ് ഇങ്ങനെ ഒരു ചിരി ചിരിച്ചത്? അവളുടെ നോട്ടം കണ്ടോ? അയാൾ ഇവിടെ ഉണ്ടായിരുന്ന 1 വീക്ക് അവൾ ഭയങ്കര എലൈറ്റഡ് ആയിരുന്നു. ഷീ ഈവൻ സെഡ് വൺസ്, ബുക്സും സിനിമയും ആർട്ടുമൊക്കെ കോളേജ് ലൈഫിന് ശേഷം അത്ര ഓപ്പണായ ഒരാൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യമായിട്ടാണെന്ന്. ഹീ ഈസ് നോട്ട് വാട്ട് വി സീ. ബുദ്ധിജീവി വർത്തമാനത്തിലൊക്കെ വലിയ എക്സ്പേർട്ടാണ്. അതിൻ്റെ പേർപ്പസ് വേറെയാണ്. സ്ത്രീകൾ അതിൽ ഈസിലി വീണുപോകും. പക്ഷേ നല്ല ടാലൻ്റ് അല്ലേ? ഇൻ എ പോസിറ്റീവ് സെൻസ് ഇൻഡീഡ്. ഗവൺമെൻറ് എത്ര പ്രോജക്റ്റുകളാണ് അടുത്തായി ചെയ്തു കൊടുത്തത്. ഞാൻ കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അതൊക്കെ കിട്ടിയത്. എത്ര എണ്ണമാണ് ചുരുങ്ങിയ ടൈമിൽ ചെയ്ത വർക്ക്സ്? എല്ലാം ഷോർട്ട് വർക്ക്സ് ആണ്. ബട്ട് ദാറ്റ് ടച്ച് ഓഫ് ജീനിയസ് ഈസ് എവിഡൻറ്റ്. നല്ല ക്രാഫ്റ്റാണ്. അയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് എല്ലാ ചെറിയ കാര്യങ്ങളും എക്സൈറ്റ്മെൻ്റ് ആണ്. വലിയ കാര്യങ്ങളൊന്നും അറിയാനും വയ്യ. ഞാനിതുപോലെ എത്രയോ ആൾക്കാരെ ഡീൽ ചെയ്യുന്നു. എഴുത്തുകാർ, ആർട്ടിസ്റ്റ്, സിനിമക്കാർ. നമ്മളവരെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പർപ്പസ് അവർക്കതൊക്കെ നന്നായി അറിയാമല്ലോ. ഞങ്ങളെപ്പോലുള്ളവർ ഇല്ലാതെ ഇവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ അവരും. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സിംബിയോസിസ് അല്ലേ? അതെ. ഇതൊക്കെ മനസ്സിലാക്കി ഒരു ഡിസ്റ്റൻസ് ഇവരുമായി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇവർ ചെയ്യുന്ന വർക്ക്സിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവർക്ക് വലിയ വായിൽ കുറേയൊക്കെ സംസാരിക്കേണ്ടി വരും. അത് കുറേയൊക്കെ ഹിപ്പോക്രസിയും പിന്നെ എക്സിസ്റ്റൻസിന് വേണ്ടിയും ചെയ്യുന്നതാണെന്ന് ഇവർ വർഷിപ്പേഴ്സിന് അറിയില്ലല്ലോ. അങ്ങനെ വീണുപോയതാവും. അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ചിരിച്ചത്? വാട്ട് യു തിങ്ക്?
അവനവളുടെ സൗന്ദര്യത്തെപ്പറ്റി അത്ര നല്ലതല്ലാത്ത എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും. മുഖം ബ്ലഷ് ആയിരിക്കുന്നത് കണ്ടില്ലേ, ഒരു ഷൈനസ്. അവൾ അവൻ്റെ വേൾഡ് കമൻറ്റ് എൻജോയ് ചെയ്യുന്നത് കണ്ടോ? ഇതുപോലെ അവൾ എന്നെ നോക്കിയിട്ടില്ല, ചിരിച്ചിട്ടില്ല. എൻ്റെ പ്രസൻസിലെടുത്ത കുറേ ഫോട്ടോസ് ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ കാണുന്ന ആളെയല്ല. ദാറ്റ്സ് അനദർ വൺ. ആ ചിരി കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഒരു അബ്നോർമാലിറ്റി പോലെ, ലൈക്ക് ആൻ ഔട്ട് ഓഫ് പ്ലേസ് ബിഹേവിയർ? എനിക്കിത് കാണുമ്പോഴൊക്കെ അതാണ് തോന്നുന്നത്. മെൻ്റലി എന്തോ ഒരു... അയാൾ വന്നു പോയ ശേഷവും അവളത്ര നോർമൽ ആയിരുന്നില്ല. പാവം. ഇവന്മാരെ അടുത്തറിഞ്ഞിട്ടല്ലല്ലോ ഇവരൊന്നും. അപ്പോൾ പിന്നെ പെട്ടെന്നുള്ള സെപ്പറേഷനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാവും. അയാൾ വരും മുന്നേ തന്നെ ഹർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വാസ് നോട്ട് നോർമൽ. ഇൻസാനിറ്റിയുടെ സയൻസ് കണ്ടാൽ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യണമല്ലോ. ഐ ഡിഡ്ന്റ് ഗോ ഫോർ എ സെക്കൻഡ് തോട്ട്. അവളെ രക്ഷിക്കാൻ ഉടൻ തന്നെ ട്രൈ ചെയ്തതാണ്. ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവളുടെ ചിരി ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇൻ മൈ ഗാലറി. അവളുടെ പേരൻസ് തന്നെ പിന്നീട് പറഞ്ഞു എനിക്കൊരു ലൈഫ് വേണ്ടതെന്ന്. അവളെ എക്സ്പെക്ട് ചെയ്ത് എത്ര നാൾ വെയിറ്റ് ചെയ്യുമെന്ന്. പാവം. ദേ ആർ ഓൾ ഗുഡ് പീപ്പിൾ. One second. Hello. Yes, sir. I have called the ministry yesterday night also. No, he says there is nothing to worry about. No, I'll take care of it. Actually, he is on a tour. I'll meet you in person when he comes back. Thank you, sir. നമ്മുടെ ഒരു പയ്യൻ്റെ ബുക്കാണ്, ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്തതാ. ഞാൻ സാറിൻ്റെ ഫോട്ടോ അന്ന് പേപ്പറിൽ കണ്ടിരുന്നു, ഈ ഫംഗ്ഷൻ്റെ. ആ, ഇനിയുള്ള ലൈഫിൽ പഴയ പോലെ ഒന്നും ഉണ്ടായിരുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഇത്ര ഡീറ്റെയിൽഡായി പറയുന്നത്. ഇതൊന്നും അവർക്കറിയാൻ വഴിയുണ്ടാവില്ല അല്ലേ? ഇല്ല. ആ, ബെറ്റർ ദ നോ ഇറ്റ്, എസ്പെഷ്യലി ആ കുട്ടി. അവരെത്താനുള്ള ടൈമായില്ലേ? സമയമായി വരുന്നു, ഉടനെ വരുമായിരിക്കും. അചലിനെ കൊണ്ട് വരപ്പിച്ചതാണ്. അചൽ അച്യുത് അറിയില്ലേ? ഇല്ല. എന്താ? അല്ല, ഞാനിത് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. കണ്ടിട്ടുണ്ടാകും, ഒരു മാഗസിനിൽ പബ്ലിഷ് ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ കുറേ അപ്രോഡ്സ് ഒക്കെ ഉണ്ടാക്കിയതാണ്. ഓ. ആഫ്റ്റർ ദാറ്റ് കോൺട്രവേഴ്സി ചെയ്ത് വിഡ്രോ ചെയ്തു. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറൻ്റായ സബ്ജക്റ്റ് ചെയ്യാൻ ഞാനാണ് അചലിനെ ഫോഴ്സ് ചെയ്തത്, എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ വെക്കാൻ. പിന്നെയാണത് മാഗസിനിൽ പബ്ലിഷ് ചെയ്തത്. പിന്നെ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ കുറച്ച് പേര് അറിഞ്ഞു. വർക്സിനൊന്നും അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു അയാൾക്ക്. അതങ്ങ് മാറ്റിക്കൊടുത്തു. നിങ്ങൾ താഴെ വെയിറ്റ് ചെയ്യൂ, ഞാൻ വരാം. ഹലോ. യെസ്, പറയൂ.